എല്ലാ വിദ്യാർത്ഥിനികൾക്കും പുതിയവിടിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ എന്നായിരിക്കും ആരംഭിക്കുക? അതുപോലെ തന്നെ പരീക്ഷ ആരംഭിക്കുന്ന ഡേറ്റ് വന്നോ? വാല്യുവേഷൻ റിസൾട്ട് എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഒരുപാട് തരത്തിലുള്ള സംശയങ്ങൾ നമ്മളോട് കുറച്ച് ദിവസങ്ങളായി കൂടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വാർത്തയിലേക്ക് തന്നെ കടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ അങ്ങനെ ആരംഭിക്കാൻ പോകുകയാണ്. സാധാരണ യൂണിവേഴ്സിറ്റിയുടെ ഈവൻറ്റ് സെമസ്റ്റർ പരീക്ഷകളുടെ കാലമാണ് ഇപ്പോൾ. അതായത് ഏപ്രിൽ മാസം എന്ന് പറഞ്ഞാൽ ഈവൻറ്റ് സെമസ്റ്റർ പരീക്ഷകളുടെ കാര്യമാണ്. 2, 4, 6 സെമസ്റ്ററുകൾ പരീക്ഷ, അതായത് 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെയും 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ കാര്യത്തിൽ ഏതാണ്ട് കൺഫേമായി. എന്നാൽ ഇപ്പോഴും കൺഫേം ആകാതെ എന്നായിരിക്കും പരീക്ഷ നടത്തുക എന്നിങ്ങനെ ഒരു ചോദ്യമായി അവശേഷിക്കുന്ന ഒരു രീതിയിലാണ് 4ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ വഴിമുട്ടി നിൽക്കുന്നത്. പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയമാണ്, ഏപ്രിൽ നടക്കുമോ അതോ മെയ് ജൂണിലേക്കൊക്കെ പോകുമോ? അപ്പോൾ നമുക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ഏപ്രിൽ മാസം 4ാം തീയതി കോളേജിലെ സീനിയർ വിദ്യാർത്ഥികളായ ഏപ്രിൽ മാസം 4ാം തീയതി കോളേജിലെ സൂപ്പർ സീനിയർ വിദ്യാർത്ഥികളായ 6ാം സെമസ്റ്റർ തേർഡ് ഇയർ ബിരുദ വിദ്യാർത്ഥികളുടെ 3ാം വർഷ വിദ്യാർത്ഥികളുടെ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ഏപ്രിൽ മാസം 4ാം തീയതി മുതൽ നടക്കും. ഏപ്രിൽ മാസം 3ാം തീയതി മുതൽ FIUGP 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ആരംഭിക്കും. എന്നാൽ 4ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തമായ തീരുമാനം വന്നിട്ടില്ല. എന്തായാലും വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്ക് FIUGP 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്കും അതുപോലെ തന്നെ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്കും ശേഷമായിരിക്കും 4ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യുക. എന്തായാലും എനിക്ക് വിദ്യാർത്ഥി ഒറ്റൊരു കാര്യമാണ് പറയാനുള്ളത്. എന്തായാലും ഏപ്രിൽ മാസം നടക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം എന്താണ്, ഓൾറെഡി 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ FIUGP 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ നടക്കുന്നുണ്ട്. അപ്പോൾ 4ാം സെമസ്റ്ററും കൂടി വന്നു കഴിഞ്ഞാൽ ക്ലാഷ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുമാത്രമല്ല, ഏപ്രിൽ മാസത്തിൽ ഒരുപാട് അവധികൾ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വിഷു, ഉദാഹരണം പറയുകയാണെങ്കിൽ വിഷു, ദുഃഖവെള്ളി, വിഷു, പെസക, ദുഃഖവെള്ളി, ദുഃഖശനി, ഈസ്റ്റർ പോലുള്ള കുറേ അവധികൾ വരികയാണ്. അപ്പോൾ ഈ അവധികളെല്ലാം പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏപ്രിൽ മാസത്തിൽ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തായാലും വിദ്യാർത്ഥിയോട് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, ഒരു മെയ് മാസത്തോടു കൂടി എന്തായാലും നിങ്ങളുടെ പരീക്ഷ എന്തായാലും ഉണ്ടാകും. മെയ് അല്ലെങ്കിൽ ജൂൺ. ഇപ്പോൾ മെയ് മാസം വെക്കേഷനിലേക്ക് പോയി, ചിലപ്പോൾ മെയ് മാസമൊക്കെ നിങ്ങൾക്ക് വെക്കേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ മെയ് മാസം എന്തായാലും വെക്കേഷൻ ആയിരിക്കും. എന്നാൽ മെയ് മാസം വെക്കേഷൻ ആണെങ്കിൽ ജൂൺ മാസത്തോടെ നിങ്ങളുടെ പരീക്ഷ നടത്തും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായൊരു തീരുമാനം പറയേണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെയാണ്. കാരണം ഏപ്രിൽ മാസത്തെയും നടത്തുന്നതിന് പരിമിതിയുണ്ട്. ചിലപ്പോൾ നടത്താതിരിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അപ്ഡേറ്റ് വന്നാൽ വിദ്യാർത്ഥികൾക്ക് അറിയിക്കുക. അതുപോലെ തന്നെ വാല്യുവേഷൻ, ഇപ്പോൾ ഏപ്രിൽ മാസത്തിൽ പരീക്ഷ നടക്കുകയാണെങ്കിൽ മെയ് മാസത്തിൽ എന്തായാലും വാല്യുവേഷൻ നടക്കും. ഇനിയിപ്പോൾ ജൂണിലാണ് പരീക്ഷ നടക്കുന്നതെങ്കിൽ ഒരു ജൂലൈ മാസത്തോടെയൊക്കെ വാല്യുവേഷൻ നടക്കും. റിസൾട്ട് എപ്പോഴായിരിക്കും, നമുക്ക് പരീക്ഷ എപ്പോൾ നടക്കുന്നു, പരീക്ഷ എന്നാണ് നടക്കുക, അന്ന് ആ ഒരു തീയതി വെച്ച് മാത്രമാണ് നമുക്കൊരു റിസൾട്ടിനെ എപ്പോഴും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏപ്രിൽ മാസം പരീക്ഷ നടന്നു കഴിഞ്ഞാൽ ഒരു മെയ് മാസം അവസാനത്തിനുള്ളിൽ, ഒരു മെയ് മാസത്തിൽ റിസൾട്ട് വരും. കാരണം 10 ദിവസം അല്ലെങ്കിൽ മാക്സിമം പോയാൽ 10 ദിവസം വാല്യുവേഷന്, പിന്നെ റിസൾട്ട് വേഗം പ്രസിദ്ധീകരിക്കും. അതുപോലെ തന്നെ ജൂൺ മാസമാണ് പരീക്ഷ നടക്കുന്നതെങ്കിൽ ഒരു ജൂലൈയോട് കൂടി തന്നെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം. എന്തായാലും പരീക്ഷ എപ്പോൾ നടക്കുന്നോ എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ടിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂ. റിസൾട്ട് എന്ന് വരും, എത്ര നാൾ നമ്മൾ കാത്തിരിക്കേണ്ടി വരുമെന്നുള്ളത്. എന്തായാലും വിദ്യാർത്ഥികളോട് ഒറ്റ കാര്യമാണ് പറയാനുള്ളത്, പഠിച്ചു മുന്നേറുക. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ, മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.